ഹലോ റിപ്പീറ്റേഴ്സ്, അടുത്തൊരു വർഷം കൂടെ നീറ്റ് എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. നോക്കൂ, കഴിഞ്ഞ എക്സാമിൽ അല്ലെങ്കിൽ ഒരു എക്സാമിൽ നമുക്ക് പലപ്പോഴും MBBS നിന്ന് നമ്മൾ വിട്ടുപോകും, നമ്മളെ റാങ്ക് മാറിപ്പോകുന്നത് ചിലപ്പോൾ ഒരു 4-5 ചോദ്യങ്ങൾ കാരണമായിരിക്കാം. അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലെ ഒരു 5-6 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നതുകൊണ്ട് പല ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചെറിയ മിസ്റ്റേക്ക് കാരണം പലപ്പോഴും നമ്മളുടെ സ്വപ്നം എന്തായിരുന്നു MBBS, ബട്ട് പല കുട്ടികളും എൻഡ് അപ്പ് ഇൻ കോംപ്രമൈസസ്. MBBS സ്വപ്നം കണ്ട കുട്ടികൾ ചെറിയൊരു റാങ്ക് മാറിയതുകൊണ്ട് BAMS, BHMS, BUMS ഒക്കെ എടുത്തു പോകുന്നവർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലീഡ് പ്രൊഫഷണൽ കോഴ്സുകൾ എടുത്തു പോകുന്നവർ, അല്ലെങ്കിൽ ചിലർ ഡിഗ്രി കോഴ്സുകൾ വേറെ ഏതെങ്കിലും BSc കോഴ്സുകളിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് കുറേ കാലത്തിന് ശേഷം തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഒരു തവണ കൂടെ ശ്രമിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ച് റിഗ്രറ്റ് അടിക്കുന്ന ആളുകൾ. സോ ആ ഒരു കോംപ്രമൈസിലേക്ക് പോകുന്നതിന് മുൻപ് വൺസ് അഗെയിൻ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞൊരു വർഷം ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടും എനിക്ക് ഈ ഒരു പരീക്ഷ കിട്ടാത്തതാണോ? അതല്ല, എനിക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ അവിടെ ബാക്കിയുണ്ട് കാര്യങ്ങൾ, പക്ഷെ ഞാൻ ആ ഒരു ലെവലിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം കിട്ടാത്തത്. ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉണ്ടെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ വർഷം വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ എവിടെയൊക്കെയോ മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടുണ്ട് എന്നൊരു ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഈ പ്രാവശ്യം തിരുത്തുകയാണെങ്കിൽ, അത് തിരുത്തി കുറച്ചുകൂടെ നന്നായിട്ട്, കുറച്ചുകൂടെ സമയബന്ധിതമായി, കുറച്ചുകൂടെ ഗോൾ ഫോക്കസ്ഡ് ആയിട്ട് ഈ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മികച്ചൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായ ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈപ്പിൽ നിങ്ങളെ വീണ്ടും ഒരു റിപ്പീറ്ററിനെ പഠിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റർ പഠിക്കുന്ന പോലെ വീണ്ടും വളരെ ബേസ് മുതൽ ഒരുപാട് സമയമെടുത്ത് ക്ലാസ് കണ്ട് പഠിച്ച് വീണ്ടും കഴിഞ്ഞ വർഷം ചെയ്ത ഒരു റിപ്പീറ്റർ ബേസ് ലെവലിൽ ചെയ്യുന്ന ബേസ് പ്രോബ്ലംസ് തന്നെ ഫോക്കസ് ചെയ്ത് അങ്ങനെ അതിനപ്പുറത്ത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡൗട്ട്ഫുള്ളായിട്ടുള്ള, നിങ്ങൾ വീക്കായിട്ടുള്ള ടോപ്പിക്സ്, ഏരിയകൾ, നിങ്ങൾ വീക്കായിട്ടുള്ള സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ഒരു വർഷം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും 100% ഒരു മികച്ച റാങ്കിലേക്ക് എത്താൻ പറ്റും. സോ അത്തരത്തിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എജുപോഡ് നമ്മുടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും റിപ്പീറ്റർ സ്പെഷ്യൽ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചസ് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ പുതിയ റിപ്പീറ്റർ സ്പെഷ്യൽ ഓൺലൈൻ ബാച്ചിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ കിട്ടാൻ പോകുന്നതെന്ന്. സോ ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും അതിൽ കിട്ടുക. കുറേ അധികം സമയമെടുത്ത് ടോപ്പിക്കുകൾ തീർക്കുന്നതിനപ്പുറത്ത് കുറച്ചുകൂടെ ക്രിസ്പായിട്ട്, കുറച്ചുകൂടെ സബ്ജക്റ്റിലെ ആ ഒരു ഡെപ്തിലേക്ക് നിങ്ങളെ കയറ്റി വെക്കുന്ന രീതിയിൽ, എന്നാൽ കൂടുതൽ സമയം നിങ്ങളുടേത് കവർന്നെടുക്കാതെ ടോപ്പിക്കുകൾ തീർക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അത് നമ്മുടെ ഏറ്റവും എക്സ്പേർട്ട് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് അനേകം ക്വസ്റ്റ്യൻസ് എല്ലാ ലെവലിലും, ഏറ്റവും ബേസ് മുതൽ തുടങ്ങിയിട്ട് അഡ്വാൻസ് ലെവൽ വരെയുള്ള, ഇതിനകത്ത് നമ്മൾ JEEയുടെ ഒക്കെ ഏറ്റവും ടോപ്പ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് വരെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേണുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് തന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഒരു അഡ്വാൻസ് ലെവൽ പ്രോബ്ലം വേറെ ഉണ്ടായിരിക്കും. ആൻഡ് പലപ്പോഴും നിങ്ങൾക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ നമ്മുടെ JEE അഡ്വാൻസ് ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ സ്പെഷ്യലായുള്ള പ്രോബ്ലം സോൾവിങ് ക്ലാസ്സസ്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണോ നമ്മളൊരു ഓഫ്ലൈൻ റിപ്പീറ്ററിന് കൊടുക്കുന്നത് ഓൾമോസ്റ്റ് സെയിം ക്ലാസ്സസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾ വേറെ ഒരു സ്റ്റഡി മെറ്റീരിയലിനെയും ആശ്രയിക്കാണ്ടാത്ത രീതിയിൽ അത്രയധികം പ്രോബ്ലംസ് നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് DPP പ്രോബ്ലംസ് ആയിട്ട് വേറെയും തരും. അപ്പോൾ നിങ്ങളൊരു കംപ്ലീറ്റ് ടോപ്പിക്സ് പഠിക്കുന്നത് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും, ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ ഇനി പഠിക്കേണ്ടതാണ്. ലാസ്റ്റ് ഇയർ നിങ്ങൾ ഓൾറെഡി തിയറി അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ പഠിക്കേണ്ടത് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട്, ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ലെവലിലാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ലേണിങ്ങിലേക്ക് നിങ്ങളെ എത്തിക്കാനാണ് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പറ്റുക എന്നുള്ളതാണ്. ആൻഡ് ഗൈസ്, പല ആളുകൾക്കും ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് മൊത്തത്തിൽ ഡിഫിക്കൽട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിലെ ചില ചാപ്റ്റേഴ്സ് ഫുൾ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചാപ്റ്റർ ബേസിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചാപ്റ്ററിൽ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അത്തരം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ബേസ് മുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ഓൺലൈൻ റിപ്പീറ്റർ ബാച്ചിൻ്റെ
കംപ്ലീറ്റ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അതിന് പുറമെയാണ് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവലിലുള്ള ക്ലാസ്സുകൾ, നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്പെഷ്യലൈസ്ഡ് ക്ലാസ്സുകളുടെ മറ്റൊരു സെറ്റ് കൂടിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വാൻസ് ലെവലിൽ പഠിക്കണം, നിങ്ങൾക്ക് കൂടുതൽ വെറുതെ വീണ്ടും ബേസിൽ പോയി പഠിക്കേണ്ട എന്നുള്ളത്, നിങ്ങൾക്ക് അഡ്വാൻസ് ലെവലിലായിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ടാവും. അതേ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ബേസ് ലെവലിൽ ഏറ്റവും അടിസ്ഥാന ലെവലിൽ നിന്ന് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അത്തരത്തിൽ വേണമെങ്കിലും പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രണ്ട് തരം ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുന്ന, എന്നാൽ എല്ലാ ലെവലിലും നിങ്ങളെ ക്വസ്റ്റ്യൻസിലേക്ക് എത്തിക്കുന്ന, നിങ്ങളെല്ലാ ലെവലിലും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെൻറ്റേഴ്സ് ഉള്ള, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സും കഴിയുന്നതിനോടൊപ്പം തന്നെ ഫാക്കൾട്ടീസിൻ്റെ സൂം സെഷൻസ് ഉണ്ടാകും. ആ ഒരു സൂം സെഷൻസിൽ നിങ്ങൾക്ക് അവരോട് എല്ലാ രീതിയിലൂടെ ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് മാനസികമായിട്ടും ഇമോഷണലി ഒക്കെ അവർ സപ്പോർട്ട് തരും, നമ്മുടെ മെൻറ്റർഷിപ്പിൻ്റെ എല്ലാം പുറമെ തന്നെ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ എക്സാമുകളാണ്. എക്സാമുകൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് തീരുമ്പോഴും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. നമ്മളൊരു 4 ഹവറാണ് നിങ്ങൾക്ക് ഷെഡ്യൂൾ കിട്ടുക. ഈ ഒരു 4 ഹവർ കഴിഞ്ഞാൽ, 4 ഹവർ ക്ലാസ്സസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും യു ആർ ഗെറ്റിംഗ് ഇനഫ് ടൈം ടു സ്റ്റഡി. നിങ്ങൾക്ക് പഠിക്കാൻ കൃത്യമായ ടൈം കിട്ടും, അതിൻ്റെ ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് തരും. അത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സും തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് എക്സാമുകൾ ഉണ്ടാവും. ദെൻ മന്ത്ലി നിങ്ങൾക്ക് ക്യുമുലേറ്റീവ് ടെസ്റ്റുകൾ ഉണ്ടാവും. ഈ ക്യുമുലേറ്റീവ് ടെസ്റ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കംപ്ലീറ്റ് ഓഫ്ലൈനായിട്ട് എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. ഓഗസ്റ്റ് മുതൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ എല്ലാ ജില്ലകളിലും, കേരളത്തിലെ 14 ജില്ലകളിലുമായിട്ട് നമ്മുടെ സ്പെഷ്യൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ പോയിട്ട് നിങ്ങൾക്കൊരു നീറ്റ് എക്സാം എങ്ങനെയാണ് ഒരു ഓഫ്ലൈനിൽ എഴുതുക, അതേ സെറ്റപ്പിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷ എഴുതാനും പറ്റും. സോ എല്ലാ രീതിയിലും നിങ്ങൾക്ക് മികച്ചൊരു റാങ്കിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, നിങ്ങൾ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, കേരളത്തിൽ മറ്റെവിടെയും നിങ്ങളൊരു റിപ്പീറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് എഡ്യൂപോർട്ടിൻ്റെ ഈ ഒരു റിപ്പീറ്റർ ബാച്ച് നിങ്ങൾക്ക് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്തോളാം.